കാമക്രോധ ലോഭങ്ങൾക്കപ്പുറം മനുഷ്യനെ എന്നും മോഹിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് അധികാരം, പവർ. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഹിറ്റ്ലറുടെയും സാർ ചക്രവർത്തിയുടെയും മുസോളിനിയുടെയും സ്റ്റാലിൻ്റെയും ഒക്കെ കണക്കുകൾ എടുത്താൽ അധികാരം തലയ്ക്ക് പിടിച്ച് അതൊരു ലഹരി പോലെ മാറും. അധികാരം ലഹരി പോലെയായാൽ രാജാവിനായാലും ഭരണാധികാരികൾക്കായാലും കുടുംബനാഥനായാലും ഓഫീസ് മേധാവികൾക്കായാലും ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അധികാരം എന്ന പദം തലയ്ക്ക് പിടിച്ചു പോയാൽ അതൊരു ലഹരിയാണ്. മദ്യവും മദിരാക്ഷിയും ലഹരി പദാർത്ഥങ്ങളുമൊക്കെ പോലെ തന്നെ സമ്പത്തും അഴിമതിയൊക്കെ നടത്തുന്ന ഒരു ലഹരി പോലെ തന്നെ വല്ലാത്തൊരു ലഹരിയാണ് അധികാരം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. ഞാൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഒരു വലിയ ജല സംരക്ഷണ ക്യാമ്പയിൻ നടന്നു. അന്നത്തെ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജലവിഭവ മന്ത്രിയായിരുന്നു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്നൊരു പത്രസമ്മേളനത്തിൽ ആദ്യം മന്ത്രി എല്ലാം ബ്രീഫ് ചെയ്തതിന് ശേഷം ഒരു നിമിഷ നേരത്തേക്ക് മൈക്കുകളെല്ലാം എല്ലാ ചാനലുകളുടെയും മൈക്കുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് അടുത്തതായി ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞു. ഒരു നിമിഷം വളരെ കുറഞ്ഞ സമയമാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ആ നിമിഷങ്ങളിൽ വല്ലാത്തൊരു സുഖം അനുഭവിക്കുന്നതായി തോന്നി. അങ്ങനെ ഒരു നിമിഷം 2 നിമിഷം ഒരു സുഖം അനുഭവിച്ചെങ്കിൽ ദീർഘകാലം സുഖം അനുഭവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ അധികാരം ആരെങ്കിലും കൈയൊഴിയുമോ? അധികാരവും ഈ സുഖങ്ങളുമൊക്കെ ആരും കൈയൊഴിയാത്തത് വരുമ്പോഴാണ് ഇത് മനുഷ്യനെ ദുഷിപ്പിക്കുന്നത്. ഭരണാധികാരികൾക്ക് രാജാധികാരം നടത്തുന്നവർക്ക് രാജാവിന് അധികാരം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ കാണിക്കുന്നതെല്ലാം പേക്കൂത്തുകളായിരിക്കും. അത് ഒരു ജനത അനുഭവിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അപ്പോൾ അധികാരം എന്ന പദം, പവർ എന്നത് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും പ്രയോഗിക്കുകയും വേണം. എല്ലാ അധികാരവും പ്രയോഗിക്കാനുള്ളതല്ല. ഭരണഘടനയിൽ ഒരുപാട് അധികാരങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. കോടതികളിൽ ഒരുപാട് അധികാരമുണ്ട്. നിയമസഭയ്ക്ക് ഒരുപാട് അധികാരമുണ്ട്. ലെജിസ്ലേഷനും എക്സിക്യൂട്ടീവിനുമൊക്കെ ഒരുപാട് അധികാരങ്ങളുണ്ട്. പോലീസിന് ഒരുപാട് അധികാരമുണ്ട്. രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരുപാട് അധികാരമുണ്ട്. എല്ലാ അധികാരവും പ്രയോഗിക്കുവാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കാതിരിക്കുവാൻ എപ്പോഴും നാം ശ്രദ്ധിക്കണം. അധികാരം പലപ്പോഴും രണ്ട് തലയുള്ള വാളാണ്. അത് നന്മയ്ക്കും പ്രയോഗിക്കാം, നാടിൻ്റെയും നാട്ടാരുടെയും തിന്മയ്ക്കും അത് ചിലപ്പോൾ കാരണഭൂതമാകാം.